ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽസ് PSC. ഇനി ഈ ക്വസ്റ്റ്യൻ സീരീസിലെ 28ാമത്തെ പാർട്ട് വീഡിയോയാണ്. അതായത് നമ്മുടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്രിഡ്ജിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ ടോപ്പിക്കിലുള്ള തന്നെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്രിഡ്ജിൻ്റെ പാർട്ട് 2 വീഡിയോയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിമീലുള്ള ക്വസ്റ്റ്യൻസ്, നിമീലുള്ള പോയിന്റ്സ് ഉൾപ്പെടെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് മുന്നേയുള്ള വീഡിയോസ് കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ 59 രൂപ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഓരോ ടോപ്പിക്, ഓരോ സബ്ജക്റ്റ് ബേസുള്ള ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക്, എല്ലാ പ്ലേലിസ്റ്റും, എല്ലാ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഈ ഒരു നിമി ക്വസ്റ്റ്യൻ സീരീസിന് മാത്രമാണ് ഇപ്പോൾ 59 രൂപ വച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ ചാനലിലുള്ള ബാക്കി എല്ലാ വീഡിയോസും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യനിലാണ് നമുക്കിത് നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ബ്രിഡ്ജ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ റെയിൽവേ ബ്രിഡ്ജസ് ഓഫ് സ്മാൾ സ്പാൻ? ഓക്കെ, സ്മാൾ സ്പാനിൽ ഏത് ബ്രിഡ്ജാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷനിൽ സ്റ്റീൽ ഗിർഡർ ഉണ്ട്, സ്റ്റീൽ ട്രസ് പ്ലേറ്റ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, സ്റ്റീൽ ട്രസ് ഉണ്ട്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, സ്റ്റീൽ ഗ്രിഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റീൽ ഗ്രിഡ് ബ്രിഡ്ജിൻ്റെ പോയിന്റ്സ്, നിമിയുള്ള പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഗ്രിഡർ ബ്രിഡ്ജസ് ആർ മോസ്റ്റ്ലി യൂസ് ഫോർ റെയിൽവേ ബ്രിഡ്ജ് ഓഫ് സ്മാൾ സ്പാൻ. ഓക്കെ, ആ ഒരു ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്മാൾ സ്പാനിന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റീൽ ഗ്രിഡർ ആണ്. ഓക്കെ, സ്റ്റീൽ ഗ്രിഡർ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇനി സസ്പെൻഷൻ ബ്രിഡ്ജ് ആണെങ്കിലോ, സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ലൈറ്റ് ട്രാഫിക്. ഓക്കെ, ലൈറ്റ് ട്രാഫിക് ഉള്ളിടത്താണ് നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റീൽ ട്രസ് ആണെങ്കിൽ ലോങ് സ്പാൻ. ഓക്കെ, ലോങ് സ്പാൻ വരുമ്പോഴാണ് നമ്മൾ സ്റ്റീൽ ട്രസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ട്രാഫിക് വരുമ്പോഴാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ലോങ് സ്പാൻ റെയിൽവേ ബ്രിഡ്ജ്. ഓക്കെ, ലോങ് സ്പാൻ വരുന്നിടത്താണ് നമ്മൾ സ്റ്റീൽ ട്രസ് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then next question: which is the main characteristics for an ideal site for a bridge? ഓക്കെ, ഒരു ബ്രിഡ്ജിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഐഡിയൽ സൈറ്റ് ഫോർ എ ബ്രിഡ്ജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ സ്ട്രീം ഷുഡ് ബി ബ്രോഡ് എന്നുണ്ട്, ബിൽട്ട് അപ്പ് ഏരിയ, റീച്ച് ഓഫ് സ്ട്രീം ഷുഡ് ബി സ്ട്രെയിറ്റ്, വേൾസ് ആൻഡ് ക്രോസ് കറൻസ്. ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, റീച്ച് ഓഫ് സ്ട്രീംസ് ഷുഡ് ബി സ്ട്രെയിറ്റ്. ഓക്കെ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആ ഒരു പോയിന്റ്, ഓക്കെ, സെലക്ഷൻ ഓഫ് ബ്രിഡ്ജ്, ആ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫസ്റ്റ് പോയിന്റ് ആണ് അറ്റ് എ ബ്രിഡ്ജ് സൈറ്റ് റീച്ച് ഓഫ് ദി സ്ട്രീം ഷുഡ് ബി സ്ട്രെയിറ്റ്. ഓക്കെ, ആ ഒരു പോയിന്റ് ഇവിടെ ഫസ്റ്റ് തന്നെ ഉണ്ട്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ദ സൈറ്റ് ഷുഡ് ബി ജിയോളജിക്കലി സൗണ്ട്. ഓക്കെ, ജിയോളജിക്കലി സൗണ്ട്, ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ഫോൾട്ട് സോൺ ആൻഡ് ഷുഡ് ഹാവ് അൺയീൽഡിംഗ് നോൺ ഇറോഡബിൾ ഫൗണ്ടേഷൻ ഫോർ അബട്ട്മെന്റ് ആൻഡ് പിയർ. ഓക്കെ, ദെൻ മൂന്നാമത്തേത്, അറ്റ് ദ സൈറ്റ് ദ സ്ട്രീം ഷുഡ് ബി നാരോ വിത്ത് വെൽ ഡിഫൈൻഡ് ആൻഡ് ഫാം ബാങ്ക്സ്. ദെൻ അറ്റ് ദ സൈറ്റ് ദ റിവർ ഫ്ലോ ഷുഡ് ബി വിത്തൗട്ട് വേൾസ് ആൻഡ് ക്രോസ് കറണ്ട്. ദെൻ അഞ്ചാമത്തേത്, അറ്റ് ദ സൈറ്റ് ഷുഡ് ബി സ്യൂട്ടബിൾ ഹൈ ബാങ്ക് എബവ് ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഈച്ച് സൈഡ്. ഓക്കെ, അത്രയാണ് ആ ഒരു ബ്രിഡ്ജിൻ്റെ സൈറ്റിൻ്റെ സെലക്ഷനിലെ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ ബാക്കി പോയിന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാവുന്നതാണ്. നിമിയിലുള്ള സെയിം പോയിന്റ്സ് തന്നെയാണ്. ഓക്കെ, then next question: what play a great role in fixing the height of bridge? ഓക്കെ, ഒരു ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാൻ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള റോൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഡിസൈൻ ഉണ്ട്, എഫക്റ്റ് ഓഫ് സ്കോറിംഗ് ഉണ്ട്, ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഉണ്ട്, ടൈപ്പ് ഓഫ് ട്രാഫിക് ഉണ്ട്. ഏതാണ് ആൻസർ? ഹൈറ്റ് ഓഫ് ബ്രിഡ്ജ് നമ്മൾ ഫിക്സ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയത് പോയിന്റ് ഏതാണോ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഹൈറ്റ് ഓഫ് ഫ്ലഡ് ലെവലാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതിൻ്റെ കൺട്രോൾ ഓഫ് ഹൈറ്റ് ഫ്ലഡ് ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഹൈറ്റ് ഫ്ലഡ് ലെവൽ ഓഫ് അല്ലെങ്കിൽ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് റിവർ പ്ലേസ് എ ഗ്രേറ്റ് റോൾ ഇൻ ഫിക്സിംഗ് ദ ഹൈറ്റ് ഓഫ് ബ്രിഡ്ജ്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which is provided for superstructure in the alignment on curve in hilly areas. Okay, which is provided for the superstructure in the alignment on curve in hilly areas. Okay, hilly areasലുള്ള കർവിൻ്റെ അലൈൻമെൻറ്റിന് നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? ഓപ്ഷനിൽ RCC ഗിർഡർ ഉണ്ട്, ബോക്സ് കൾവേർട്ട് ഉണ്ട്, ഡംബ് ബെൽ പിയർ ഉണ്ട്, കോളം ബെൻഡ് ഉണ്ട്. ഏതാണ് ആൻസർ?
ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. RCC ഗ്രിഡേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതിൻ്റെ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. RCC ഗ്രിഡ് അലൈൻമെൻറ്റ് ഓൺ കർവ്. അലൈൻമെൻറ്റ് ഓൺ കർവ് ഇൻ ഹില്ലി ഏരിയാസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അവോയ്ഡ് ദ അലൈൻമെൻറ്റ് ഓഫ് എ ബ്രിഡ്ജ് ഓൺ എ കർവ്. ഇൻ സച്ച് കേസസ് ഇറ്റ് ഈസ് നെസസറി ടു അഡോപ്റ്റ് RCC ഓർ സ്റ്റീൽ ഗ്രിഡ്. ഓക്കെ, RCC അല്ലെങ്കിൽ സ്റ്റീൽ ഗ്രിഡേഴ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് സ്പ്രെഡ് ഫൗണ്ടേഷൻ ഈസ് അഡോപ്റ്റഡ് ഫോർ ബ്രിഡ്ജ്? ഓക്കെ, നമ്മുടെ ബ്രിഡ്ജിൽ നമ്മൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് എപ്പോഴെന്നാണ്? ഓപ്ഷനിൽ ഗുഡ് സോയിൽ ഈസ് അവൈലബിൾ അറ്റ് ഷാലോ ഡെപ്ത് എന്നുണ്ട്, ഡെപ്ത് ഓഫ് വാട്ടർ ഈസ് മോർ എന്നുണ്ട്, ഗുഡ് സോയിൽ ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ഷാലോ ഡെപ്ത് എന്നുണ്ട്, ടെൻഷൻ ഡെവലപ്ഡ് ഈസ് മോർ. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഏതാണ്? നമ്മൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഗുഡ് സോയിൽ ഈസ് അവൈലബിൾ അറ്റ് ഷാലോ ഡെപ്ത്, ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പ്രെഡ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് ഷാലോ ഡെപ്ത് ആണ്. ഓക്കെ, ഷാലോ ഡെപ്ത് ആണ്. അടുത്ത് അവിടുത്തെ ഡെപ്ത് ഓഫ് വാട്ടർ ലോ ആയിരിക്കണം. ഓക്കെ, ഡെപ്ത് ഓഫ് വാട്ടർ, ഓക്കെ, ഡെപ്ത് ഓഫ് വാട്ടർ ലോ ആയിരിക്കണം. ഈ ഒരു പോയിന്റും ഏതിലാണ്? നമ്മുടെ സ്പ്രെഡ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ്. ഓക്കെ, സ്പ്രെഡ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ഗുഡ് സോയിൽ ഈസ് അവൈലബിൾ ഷാലോ ഡെപ്തിലായിരിക്കണം. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് വാട്ടർ ലോ ആയിരിക്കണം. ഓക്കെ, ആ ഒരു സ്പ്രെഡ് ഫൗണ്ടേഷൻ്റെ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോയിന്റ്സ് ഞാൻ ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. The spread foundation are adopted where the depth of water is not more and good soil is available at shallow depth. Okay. Then next question, which foundation is adopted when the loose soil is extended to greater depth? Loose soil greater depthൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നതിനാണ്? ഓപ്ഷനിൽ സ്പ്രെഡ് ഉണ്ട്, റാഫ്റ്റ് ഉണ്ട്, അതുപോലെ കേസൺ ഉണ്ട്, പൈലുണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. പൈൽ ഫൗണ്ടേഷൻ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഡെപ്ത് കൂടുതലായിരിക്കും, നല്ല ഡെപ്ത് ആയിരിക്കും. സോ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ആണ്. അതുപോലെ തന്നെ ഗ്രേറ്റർ ഡെപ്തും ആയിരിക്കും. അതുപോലെ തന്നെ പൈൽ ഫൗണ്ടേഷൻ്റെ ആ ഒരു പോയിന്റും നിമിയുള്ള പോയിന്റ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. The pile foundation are adopted when the loose soil extends to greater depth. ഓക്കെ, ആ ഒരു സെയിം സെൻറ്റൻസ് വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ആ ഒരു ഗ്രേറ്റർ ഡെപ്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? പൈൽ ഫൗണ്ടേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പ്രെഡ് ഫൗണ്ടേഷൻ നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. സ്പ്രെഡ് ഫൗണ്ടേഷൻ എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഷാലോ ഡെപ്തും അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് വാട്ടർ ലോ ആയിരിക്കും. ഓക്കെ, ഡെപ്ത് ഓഫ് വാട്ടർ ലോ ആയിരിക്കും. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഡെപ്ത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, then next question, which foundation is provided for heavy work at the depth of 12 meter to 15 meter below the level of standing water surface? ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വെൽ ഫൗണ്ടേഷൻ ഉണ്ട്, കേസൺ ഉണ്ട്, കോഫർ ഡാം ഉണ്ട്, പൈലുണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി കേസൺ ആണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ഹെവി ഫൗണ്ടേഷൻ വർക്ക് വിച്ച് ആർ ടു ബി പ്രൊവൈഡ് അറ്റ് എ ഡെപ്ത് ഓഫ് അബൌട്ട് 12 മീറ്റർ ടു 15 മീറ്റർ ബിലോ ദ ലെവൽ ഓഫ് സ്റ്റാൻഡിങ് വാട്ടർ സർഫേസ് ദ കേസൺ വുഡ് പ്രൂവ് ടു ബി മോർ എക്കണോമിക്കൽ ദാൻ കോഫർ ഡാം. ഓക്കെ, കോഫർ ഡാമിനേക്കാളും ഈ ഒരു ഡെപ്തിൽ വരുമ്പോഴത്തേക്കും കേസൺ ആണ് അവിടെ ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് കേസൺ ആണ്. ഓക്കെ, കേസൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കേസൺ ദ റേഷ്യോ ഓഫ് സിങ്കിങ് എഫോർട്ട് ടു സ്കിൻ ഫ്രിക്ഷൻ ഈസ് മാക്സിമം? ഓക്കെ, ഏത് കേസിനാണ് റേഷ്യോ സിങ്കിങ് എഫോർട്ട് ടു സ്കിൻ ഫ്രിക്ഷൻ മാക്സിമം എന്ന് പറയുന്നത്? ഓപ്ഷനിൽ സർക്കുലാർ വെല്ലുണ്ട്, ബോക്സ് ഉണ്ട്, ഡംബ് വെല്ലുണ്ട്, ന്യൂമാറ്റിക് കേസൺ ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓക്കെ, ഓപ്ഷൻ എ സർക്കുലർ വെല്ലാണ് ആൻസർ ആയിട്ട് വരുന്നത്. സർക്കുലർ വെല്ലിന് അഡ്വാൻറ്റേജ് ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മാക്സിമം പെരിമീറ്റർ ഫോർ എ ഗിവൺ ഡ്രെഡ്ജ് ഏരിയ ആൻഡ് ഹെൻസ് ദ റേഷ്യോ ഓഫ് സിങ്കിങ് എഫോർട്ട് ടു സ്കിൻ ഫ്രിക്ഷൻ ഈസ് മാക്സിമം എന്ന് പറയുന്നുണ്ട്. അതുപോലെ സിങ്കിങ് ഓഫ് വെൽ ഈസ് മോർ യൂണിഫോം ആസ് കമ്പയർഡ് ടു അതർ ഷേപ്പ്. ഓക്കെ, ആ ഒരു പോയിന്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കേസണിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. കേസൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്? ബോക്സ് കേസൺ ഉണ്ട്. ഓക്കെ, ബോക്സ് കേസൺ ഉണ്ട്. അതുപോലെ തന്നെ
ബെൽ കേസ് ഉണ്ട്. ഓക്കെ, ബെല്ലുണ്ട്, അതുപോലെ ന്യൂമാറ്റിക് കേസിനുണ്ടല്ലേ. ഇനി ബോക്സ് കേസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓപ്പൺ ആയിരിക്കും, ബോട്ടം ക്ലോസ് ആയിരിക്കും. ഓക്കെ, ബോക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓപ്പൺ ആയിരിക്കും. ഇപ്പം അത് ഓർമ്മിക്കാനായിട്ട് നമ്മൾ സാധാരണ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലല്ലേ നമ്മൾ ഓപ്പൺ ആക്കത്തുള്ളൂ, താഴെ ബോട്ടം പോർഷൻ ക്ലോസ്ഡ് ആയിരിക്കും. ആ ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ബോക്സ് കേസ് എന്ന് പറയുമ്പോൾ ടോപ്പ് ഓപ്പൺ ആയിരിക്കും, താഴത്തെ പോർഷൻ ക്ലോസ്ഡ് ആയിരിക്കും. ഇനി ന്യൂമാറ്റിക് കേസൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ടോപ്പ് ക്ലോസ്ഡ് ആയിരിക്കും, ബോട്ടം പോർഷൻ ഓപ്പൺ ആയിരിക്കും. അതാണ് ന്യൂമാറ്റിക് കേസൺ. ഇനി ബെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോപ്പും ബോട്ടും ഓപ്പൺ ആയിരിക്കും. അതാണ് ബെൽ കേസൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇൻ അണ്ടർഗ്രൗണ്ട് എയർ ക്വാളിറ്റി ഫോർ ടണൽ? ഓക്കെ, വാട്ട് ഈസ് ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇൻ അണ്ടർഗ്രൗണ്ട് എയർ ക്വാളിറ്റി ഓഫ് ടണൽ എന്നാണ്. ഓപ്ഷനിൽ 12.5% ഉണ്ട്, 15.5% ഉണ്ട്, 17.5% ഉണ്ട്, 19.5% ഉണ്ട്. ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി 19.5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതിൻ്റെ ആ ഒരു പോയിന്റ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് എയർ ക്വാളിറ്റി മസ്റ്റ് മീറ്റ് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. ഓക്സിജൻ കോൺസെൻട്രേഷൻ മസ്റ്റ് ബിറ്റ്വീൻ 19.5% to 22%. ഓക്കെ, ഓക്സിജൻ കോൺസെൻട്രേഷൻ 19.5 to 22% ആയിരിക്കണം. ഈ കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ മസ്റ്റ് നോട്ട് എക്സീഡ് 25 എന്ന് പറയുന്നത്. ഓക്കെ, മസ്റ്റ് നോട്ട് എക്സീഡ് 25 പാർട്സ് പെർ മില്യനാണ്. അത് പെർസെൻറ്റേജിൽ പറയുമ്പോൾ 0.0025% ആണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ മസ്റ്റ് നോട്ട് എക്സീഡ് 0.5% ആണ്. പാർട്സ് പെർ മില്യണിലാണെങ്കിൽ ഈ വാല്യൂ നോക്കി 5000 ആണ് ആ വാല്യൂ. ഇനി പെർസെൻറ്റേജ് ആണെങ്കിൽ 0.5% ആണ്. ദെൻ നൈട്രജൻ ഓക്സൈഡ് ആണെങ്കിലോ 0.0003% ആണ്. ദെൻ ഹൈഡ്രജൻ സൾഫൈഡ് ആണെങ്കിൽ 0.001% ആണ്. ഓക്കെ, ഒരു ഓക്സിജൻ കോൺസെൻട്രേഷൻ എങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വച്ചിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം നോയ്സ് ലെവൽ ഓഫ് വെന്റിലേഷൻ ഫാൻ വൈൽ മെഷറിംഗ് ദ ക്ലോസറ്റ് പോയിന്റ് ഓഫ് എംപ്ലോയി എക്സ്പോഷർ? ഏതാണ്? ഓപ്ഷനിൽ 90 ഡെസിബൽ ഉണ്ട്, 100 ഡെസിബൽ ഉണ്ട്, 120 ഡെസിബൽ ഉണ്ട്, 130 ഡെസിബൽ ഉണ്ട്. ഏതാണെടാ ആൻസർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ 90 ഡെസിബൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ഫാർ ആസ് പോസിബിൾ ദ അലൈൻമെന്റ് ഓഫ് ബ്രിഡ്ജ് ഷുഡ് ബി. ഓക്കെ, ബ്രിഡ്ജിന്റെ അലൈൻമെന്റ് ഏതെന്നാണ്? ഓപ്ഷനിൽ സ്ക്യൂബ് അലൈൻമെന്റ് ഉണ്ട്, സ്ക്വയർ അലൈൻമെന്റ് ഉണ്ട്, വി അലൈൻമെന്റ് ഉണ്ട്, കർവ് അലൈൻമെന്റ് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി സ്ക്വയർ അലൈൻമെന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ അലൈൻമെന്റ് ഏതാണ്? ഒരു താഴെയുള്ളൊരു റിവറും ബ്രിഡ്ജും തമ്മിൽ 90 ഡിഗ്രി മീറ്റ് ചെയ്യുന്ന രീതിയാണ്, ആ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. അതിൽ ആസ് ഫാർ ആസ് പോസിബിൾ ദ അലൈൻമെന്റ് ഓഫ് ബ്രിഡ്ജ് ഷുഡ് ബി എന്ന് പറയുന്നത് ഏതാണ്? സ്ക്വയർ അലൈൻമെന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് യൂസ്ഡ് ഫോർ റെയിൽവേ ബ്രിഡ്ജസ് ഓഫ് സ്മാൾ സ്പാൻ? ഓക്കെ, നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്മാൾ സ്പാൻ വരുമ്പോൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഏത് ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷനിൽ സ്റ്റീൽ ട്രസ് പ്ലേറ്റ് ഉണ്ട്, സ്റ്റീൽ ഗിർഡർ ബ്രിഡ്ജ് ഉണ്ട്, സ്റ്റീൽ ട്രസ് ബ്രിഡ്ജ് ഉണ്ട്, സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി സ്റ്റീൽ ഗിർഡർ ബ്രിഡ്ജാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെയും പറഞ്ഞു ലോങ് സ്പാൻ ആണെങ്കിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ലോങ് സ്പാൻ ആണെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റീൽ ട്രസ് ആണ്. ഓക്കെ, സ്റ്റീൽ ട്രസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോങ് സ്പാൻ ആണെങ്കിൽ സ്റ്റീൽ ട്രസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ലൈറ്റ് ട്രാഫിക് ആണെങ്കിലാണ് ഏത് യൂസ് ചെയ്യുന്നത്? ലൈറ്റ് ട്രാഫിക് ആണെങ്കിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? സസ്പെൻഷൻ. ഓക്കെ, ലൈറ്റ് ട്രാഫിക് ആണെങ്കിലാണ് നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ ട്രസ് നമ്മൾ ലോങ് സ്പാൻ. ഓക്കെ, ലോങ് സ്പാനിനാണ് നമ്മൾ സ്റ്റീൽ ട്രസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്മാൾ സ്പാൻ ഉള്ളിടത്താണ് നമ്മൾ സ്റ്റീൽ ഗ്രിഡ് ബ്രിഡ്ജ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് വിങ് വാൾ ഇഫ് ദ ആംഗിൾ ഓഫ് സ്പ്ലേ ഈസ് 90 ഡിഗ്രി? ഏതാണ്? ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടു. ഓപ്ഷനിൽ സ്പ്ലേഡ് ഉണ്ട്, റിട്ടേൺ ഉണ്ട്, സ്ട്രെയിറ്റ് ഉണ്ട്, ടി അബട്ട്മെന്റ് ഉണ്ട്. ഏതാണ് ആൻസർ? 90 ഡിഗ്രി വരുന്നത് ഏതാണെടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി റിട്ടേൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിങ് വാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയും പറഞ്ഞു അബട്ട്മെന്റിന്റെ സൈഡിൽ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ മെമ്പറിനെയാണ് നമ്മൾ വിങ് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, വിങ് വാൾ എന്ന് പറയുന്നത് അത് 90 ഡിഗ്രി ആണെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഈസ് സ്പ്രെഡ് ഫൗണ്ടേഷൻ അഡോപ്റ്റഡ് ഫോർ ബ്രിഡ്ജ്? ഓക്കെ, എപ്പോഴാണ് നമ്മൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ നമ്മുടെ ബ്രിഡ്ജിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷനിൽ ഗുഡ് സോയിൽ അവൈലബിൾ ഇൻ ഷാലോ ഡെപ്ത് ഓഫ് വാട്ടർ ഈസ് മോർ, ഗുഡ് സോയിൽ ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ഷാലോ ഡെപ്ത്, ടെൻഷൻ ഡെവലപ്ഡ് ഈസ് മോർ. ഓക്കെ, ഏതാണ് ആൻസർ? ഇതും നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതിന്റെ പോയിന്റ്സ്.
ഏതാണ് ആൻസർ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. സ്പ്രെഡ് ഫൗണ്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഷാലോ ഡെപ്ത്. ഓക്കെ, ഷാലോ ഡെപ്തും മറ്റൊരു പോയിന്റ് എന്നാണ്, ഷാലോ ഡെപ്തും ഡെപ്ത് ഓഫ് വാട്ടർ ലോ ആയിരിക്കും. ഓക്കെ, ഡെപ്ത് ഓഫ് വാട്ടർ ലോ ആണ്. അതുപോലെ തന്നെ ഷാലോ ഡെപ്ത്, ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡെപ്ത് കൂടുതലാണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യൂടാ? ഡെപ്ത് കൂടുതലാണെങ്കിൽ നമ്മളവിടെ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഷാലോ ഡെപ്ത്, അതായത് ഗുഡ് സോയിൽ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഷാലോ ഡെപ്ത്. നല്ല സോയിൽ ഷാലോ ഡെപ്തിൽ അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. സോ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഡെപ്ത് അവിടെ കൂടുതലാണ്. അതായത് നമ്മൾ ഗുഡ് സോയിൽ നമുക്ക് കിട്ടണമെങ്കിൽ നല്ല ഡീപ്പായിട്ട് നമ്മൾ അവിടെ എക്സ്കവേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? പൈൽ ഫൗണ്ടേഷൻ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്രിഡ്ജ് കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്മാൾ സ്പാൻ ഓഫ് ക്രോസിംഗ് എ വാലി. ഓക്കെ, എ ബ്രിഡ്ജ് കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്മാൾ സ്പാൻ. സെവറൽ സ്മാൾ സ്പാൻ നമ്മൾ എവിടെയാണ്, ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷനിൽ അക്വഡക്റ്റ് ഉണ്ട്, ഫോർട്ട് ഉണ്ട്, വിയാഡക്റ്റ് ഉണ്ട്, ഡെക്ക് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ്, വിയാഡക്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അക്വഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മളൊരു ഒബ്സ്ട്രക്ഷനെ അക്രോസ് ആയിട്ട് വാട്ടറിനെ കൊണ്ടുപോകാൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് അക്വഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡെക്ക് എന്ന് പറഞ്ഞാൽ എന്താണെടാ? ബ്രിഡ്ജിന്റെ ടോപ്പ് സൈഡിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്രിഡ്ജ് കൺസ്ട്രക്റ്റഡ് ബൈ 2 or more ഹാങ്ങിങ് കേബിൾ ഈസ് കർവ് ഷേപ്പ് ആൻഡ് സപ്പോർട്ടിംഗ് ദ റോഡ് വേ ഈസ് കാൾഡ്. ഓക്കെ, എ ബ്രിഡ്ജ് കൺസ്ട്രക്റ്റഡ് ബൈ 2 or more ഹാങ്ങിങ് കേബിൾ ഈസ് കർവ് ഷേപ്പ് ആൻഡ് സപ്പോർട്ടഡ് ദ റോഡ് വേ ഈസ് കാൾഡ്. ഏതാണ്? ഓപ്ഷനിൽ ഫ്ലൈയിങ് ബ്രിഡ്ജ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്, ബോട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഏതാണ്? ആ ഒരു കേബിൾസ് വരുന്നത് ഏതിനാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ത്രൂ ബ്രിഡ്ജ് ഈസ് ഓൺ വിത്ത്. ഓക്കെ, ഏതാണ്? എ ത്രൂ ബ്രിഡ്ജ് ഈസ് ഓൺ വിത്ത് എന്നാണ്. ഓപ്ഷനിൽ ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് എ ടോപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ എന്നുണ്ട്, ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് അറ്റ് ബോട്ടം ഓഫ് സൂപ്പർ സ്ട്രക്ചർ എന്നുണ്ട്, ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് അറ്റ് സം ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് സൂപ്പർ സ്ട്രക്ചർ എന്നുണ്ട്, നൺ ഓഫ് ദീസ് എന്നുണ്ട്. ഏതാണ് ആൻസർ? എ ത്രൂ ബ്രിഡ്ജ് ഈസ് ഓൺ വിത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി, ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് അറ്റ് ബോട്ടം ഓഫ് സൂപ്പർ സ്ട്രക്ചർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ആദ്യത്തേത് ഏതാണ്? ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് അറ്റ് ടോപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിന്റെ ടോപ്പിലാണ് നമ്മൾ ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതേതാണ്? അത് ഡെക്ക് ബ്രിഡ്ജ് ആണല്ലേ. അത് നമ്മൾ ഏതെന്ന് പറയുന്നു? ഡെക്ക് ബ്രിഡ്ജ് ആണ് അവിടെ വരുന്നത്. ഇനി ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡ് അറ്റ് ബോട്ടം ഓഫ് സൂപ്പർ സ്ട്രക്ചർ ആണെങ്കിൽ ഏതാണ്? ബോട്ടം ഓഫ് സൂപ്പർ സ്ട്രക്ചർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പർ സ്ട്രക്ചറിന്റെ ബോട്ടത്തിലാണ് ആ ഒരു ബ്രിഡ്ജ് ഫ്ലോറിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തോന്ന് പറയുന്നു? ത്രൂ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ത്രൂ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഇനി ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡഡ് അറ്റ് സം ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, സൂപ്പർ സ്ട്രക്ചറിന്റെ ഇന്റർമീഡിയറ്റ് ലെവലിലാണ് നമ്മൾ ബ്രിഡ്ജ് ഫ്ലോറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? സെമി ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നു. ഓക്കെ, എന്തോന്ന് പറയുന്നു? സെമി ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നു. ഓക്കെ, സെമി ത്രൂ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of culvert is used in high discharge low debris flow? Okay, which type of culvert is used in high discharge low debris flow എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ പൈപ്പ് കൾവേർട്ട് ഉണ്ട്, ബോക്സ് കൾവേർട്ട് ഉണ്ട്, സ്റ്റീൽ ഗിൻഡർ കൾവേർട്ട് ഉണ്ട്, ആർച്ച് കൾവേർട്ട് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ആർച്ച് കൾവേർട്ട് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റീൽ ഗ്രിഡർ കൾവേർട്ട് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റെയിൽവേയുടെ കേസിലാണ് നമ്മൾ ഈ ഒരു സ്റ്റീൽ ഗ്രിഡർ കൾവേർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബോക്സ് കൾവേർട്ട് ആണെങ്കിലോ, ബോക്സ് കൾവേർട്ട് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ് സോയിൽ. ഓക്കെ, സോഫ്റ്റ് സോയിലാണ് നമ്മൾ നമ്മുടെ ബോക്സ് കൾവേർട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ സോഫ്റ്റ് സോയിലും അതുപോലെ തന്നെ ഹൈ ഡെബ്രീസ് ഫ്ലോ. ഓക്കെ, സോഫ്റ്റ് സോയിലും അതുപോലെ തന്നെ ഹൈ ഡെബ്രീസ് ഫ്ലോ. ഓക്കെ, ഹൈ ഡെബ്രീസ് ഫ്ലോ, ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ബോക്സ് കൾവേർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ വിച്ച് ടൈപ്പ് ഓഫ് കൾവേർട്ട് ഈസ് യൂസ് ഇൻ ഹൈ ഡിസ്ചാർജ് ലോ ഡെബ്രീസ് ഫ്ലോ. ഹൈ ഡിസ്ചാർജും ലോ ഡെബ്രീസ് ഫ്ലോയും ആണെങ്കിൽ നമ്മൾ ആർച്ച് കൾവേർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി റെയിൽവേയുടെ കേസിലൊക്കെ നമ്മൾ സ്റ്റീൽ ഗ്രിഡർ കൾവേർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി സോഫ്റ്റ് സോയിൽ. ഓക്കെ, സോഫ്റ്റ് സോയിലും അതുപോലെ തന്നെ ഹൈ ഡെബ്രീസ് ഫ്ലോയും ആണെങ്കിൽ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏതാണ്? ബോക്സ് കൾവേർട്ട്. ഓക്കെ, ബോക്സ് കൾവേർട്ട്. ദെൻ
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ കൾവേർട്ട് വിത്ത് സ്പാൻ ലെസ് ദാൻ 1 meter ഈസ് കാൾഡ്. ഓക്കെ, കൾവേർട്ട് സ്പാൻ ലെസ് ദാൻ 1 meter, 1 meterനെക്കാളും ചെറിയ സ്പാനുള്ള കൾവേർട്ട് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ മിനി കൾവേർട്ട് ഉണ്ട്, വെൻഡ് വേ ഉണ്ട്, മൈനർ കൾവേർട്ട് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ് ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, വെൻഡ് വേ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ കൾവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാൻ 6 meterനെക്കാളും കുറവായതിനെയാണ് നമ്മൾ കൾവേർട്ട് എന്ന് പൊതുവേ പറയുന്നത്. അതിൽ സ്പാൻ 1 meterനെക്കാളും കുറവാണെങ്കിൽ അതിനെ നമ്മൾ വെൻഡ് വേ എന്നാണ് പറയുന്നത്. ഓക്കെ, വെൻഡ് വേ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് വീഡിയോയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ചാനൽ ചെക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.